సంగి జీవితం ముంచు జీవితం ప్రిసంగి జీవితం పై జీవితం ముసంగి జీవితం పట్టపోగా జీవితం മുസംഗിയെ പറ്റിച്ചു ജീവിക്കും സംഗിയെ പറ്റിച്ചു ജീവിക്കും സംഗികൾ ഇവന്മാർക്ക് അതിമക്കൾ സംഗി ജീവിതം മുൻകി ജീവിതം ക്രിസംഗി ജീവിതം പായ് ജീവിതം മുസംഗി ജീവിതം പട്ടപോക ജീവിതം. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഒരു മുസംഗി, ഒരു പരസംഗി, ഒരു എച്ച് മുസ്ലിം, ഈ മൂന്ന് വേട്ടാവളിയന്മാരുടെ കരച്ചിലാണ് നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് മുസംഗി തന്നെ തുടങ്ങാം. ഭയങ്കര രസമാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യത്തേതാണ്, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, ഞാൻ അവർ കൊടുത്ത തമ്പുകളാണ് വായിച്ചു പോകുന്നത്. നടൻ വിജയ് നിസ്കരിക്കുന്നത് കണ്ട് പൊട്ടിത്തെറിച്ച സംഖ്യകൾ, ഇനി ഞങ്ങൾ സിനിമ കാണില്ല, വീഡിയോ പുറത്ത്. ഞാൻ ഈ വീഡിയോ ഇരുന്ന് കണ്ട്, എന്തെങ്കിലും വീഡിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുണ്ടോ എന്ന് കാണാൻ ഞാനൊരു വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങളെ ചാനലുകൾ വ്യൂവർഷിപ്പ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്? ആ നിസ്കരിക്കുന്നതിനെതിരെയോ ആ നോമ്പ് തുറക്കുന്നതിനെതിരെയോ നോമ്പ് തുറ നടത്തിയതിനെതിരെയോ ഇവിടെ ഒരു സംഖ്യകളും എതിർത്തിട്ടില്ല. ഇനി മറ്റൊരു തമ്പാണ്, വിശുദ്ധ റമദാനിൽ സിനിമാ നടൻ വിജയ്. അപ്പോൾ അതാണ് ആദ്യത്തെ ന്യൂസ്. അതായത് വിജയ് നോമ്പ് തുറ സംഘടിപ്പിച്ച് അവിടെ പോയി നോമ്പ് തുറന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ നാട്ടിലെ പല ചാനലുകളും സംഘികൾക്ക് കുരുപൊട്ടി എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് കണ്ടു. നമ്മുടെ ഈ പറഞ്ഞ മുസംഗി അത് കണ്ടിട്ടില്ല. എവിടെയാണ് സംഘികൾക്ക് കുരുപൊട്ടിയത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വ്യൂവർഷിപ്പ് കൂട്ടാൻ എന്നാണ് ഈ മുസംഗി ചോദിച്ചത്. അപ്പം അതാണ് മുസംഗിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. മുസംഗിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടിട്ട് വരാം. എന്നിട്ട് നമ്മൾ ഈ രണ്ടിനും കൂടെയുള്ള മറുപടി ഈ മുസംഗിക്ക് കൊടുക്കാം. നീക്കങ്ങൾ, വീഡിയോ പുറത്ത്, ഇത്തരം സുഡാപ്പി ചാനലുകൾ, ഏതൊരാളും വിജയുടെ ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വീഡിയോ ചെയ്തോ അതിലൊക്കെ തന്നെ കുരുപൊട്ടുന്ന സംഖ്യകളെന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും എവിടെയും ഇതുമായി ബന്ധപ്പെട്ടൊരു കുരുപൊട്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാനലിൽ കയറി നോക്കിയിട്ട് ഒരു വീഡിയോയും കാണാനും സാധിക്കുന്നില്ല. ഇനി മൗദൂദികളുടെ ഒരു തമ്മിൽ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ ഈ മുസംഗിനോട് ഞാൻ ഫസ്റ്റ് തന്നെ അവൻ സംഖ്യകളെ കണ്ടില്ല എന്നല്ല, ഞാൻ സംഖ്യകളെ മാത്രമല്ല മോനെ, ഞാൻ നിനക്ക് സംഖ്യകളെയും കാണിച്ചു തരാം. കുരുപൊട്ടിയ സംഖ്യകളുണ്ട്, കുരുപൊട്ടി ഒലിച്ച് ഇറങ്ങിയിട്ടുള്ള സംഖ്യനെയും എച്ച് മുസ്ലിമിനെയും നിനക്ക് കാണിച്ചു തരട്ടെ. ഫസ്റ്റ് നീ പിടിച്ചോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് പരസംഖ്യനെ എടുക്കാം. നമ്മുടെ ശശികല എന്ന് പറഞ്ഞ വിഷകല സംഖ്യ പറഞ്ഞത് ഒന്നുമില്ല. പോസ്റ്റ് നീ ഫേസ്ബുക്കിൽ പോയി, നീ കാണാൻ പറ്റുന്നില്ല എന്നല്ല, നീ മനസ്സിലായത്, ഒന്നും പേടിക്കേണ്ട. നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക, ശശികല ടീച്ചർ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ പേജ് അങ്ങോട്ട് വരും. അപ്പം അതിൽ നിനക്ക് കാണാൻ പറ്റും. അറബി തെരിയും വാടാ, ഹിന്ദി തെരിയാതെ പോടാ. എന്നിട്ട് നമ്മുടെ വിജയ് നോമ്പ് തുറക്കുന്ന രംഗം, കുരുപൊട്ടി ഒലിച്ചതിൻ്റെ ആദ്യത്തെ പോസ്റ്റാണ്. കുറേ പോസ്റ്റ് ഉണ്ട്. നിനക്ക് ഞാൻ സമയപരിധി ഉള്ളതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം സംഖ്യയുടെ പോസ്റ്റ് നീ കണ്ടല്ലോ. ഇനി നമ്മുടെ എച്ച് മുസ്ലിമിന് കൊണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതോടെ കാണുമ്പോൾ എൻ്റെ പൊന്നുമോന് അങ്ങോട്ട് ദ്രൗപതി ആയിക്കോളും. ഇതായിരുന്നു നമ്മുടെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് മുസ്ലിമിൻ്റെ പോസ്റ്റ്. കണ്ടോ, ഉസ്താദ് ശ്വാസം വിടുമ്പം ആമീൻ, അത്രേ ഉള്ളൂ. ഇത് ഇങ്ങേരുടെ മാത്രമല്ല, ഒട്ടുമിക്ക കോയാസിൻ്റെയും അവസ്ഥയാണ്. ഉസ്താദ് പ്രാർത്ഥിക്കും, ഇടയ്ക്ക് ശ്വാസം എടുത്താൽ നിർത്തിയാൽ പോലും ആമീൻ പറയുന്ന വെറും മത അടിമകളാണ് ഭൂരിപക്ഷ കോയാസും. അവിടെ വിജയനെ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, കോയാസിനും കൂടെ കുത്തിയിട്ട് നമ്മുടെ ആരിഫ് സംഖ്യ എച്ച് മുസ്ലിം പറഞ്ഞത്. അപ്പം കണ്ടല്ലോ, നിനക്ക് 2 എക്സാമ്പിൾ കിട്ടില്ലേ? നിനക്ക് ബേജാറാ, നീ ഇങ്ങനെ വെകിളി പോളല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് സംസാരിക്കുക, ടെൻഷനൊക്കെ മാറ്റ്. ഇപ്പോൾ 2 എക്സാമ്പിൾ കണ്ടപ്പോൾ നിനക്കൊരു സമാധാനം ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ പരസംഖ്യയും എച്ച് സംഖ്യയും കൂടെ കാണിച്ചത് നീ കണ്ടല്ലോ. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഈ 2 സംഭവം നീ കാണുമ്പോൾ നിനക്ക് സമാധാനപ്പെട്. കുറേ പേർക്ക് കുരു പൊട്ടി. അവിടെ പോയിട്ട് വിജയ്, അവിടുത്തെ ഈ തമിഴ്നാട്ടിൽ വെറും 6% മുസ്ലിങ്ങളുണ്ട്, വെറും 6%. ആ മുസ്ലിങ്ങളെടുത്ത് പോയിട്ട് വിജയ് ഇങ്ങനെ ചെയ്തിട്ട് അവിടെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയുടെ കഴിവാണ്. അതിന് ഇവിടെ സംഖ്യകൾ കുരു പൊട്ടിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വലിയ മറ്റേ ബോംബ് പൊട്ടിച്ചിട്ടും കാര്യമില്ല. വിജയ് അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ നിങ്ങളിങ്ങനെ നോവ് പോണ്ടിരുന്ന് നീ അപ്പുറത്ത് വന്നൊരു സംഖ്യകളെ അല്ലെങ്കിൽ എച്ച് മുസ്ലിമിനെയും അല്ലെങ്കിൽ മുസംഖ്യകളെയും വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല പൊന്നുസലേ. ഇനി നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിജയ് ഇത് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ എച്ചിക്കും ഈ പറഞ്ഞ സംഖ്യയ്ക്കൊക്കെ എത്ര നൊന്തെങ്കിൽ പണ്ട് ഓർമ്മ ഉണ്ടോ? ഇത്
ഓർമ്മയുണ്ടെങ്കിൽ ഓർക്കുന്നില്ല നീ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ച രംഗം ഓർക്കുന്നില്ല? ദാ ഇത് ഓർക്കണം, ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്നെന്തേ നിങ്ങൾക്കിതൊന്നും തോന്നിയില്ല? അന്ന് ഈ സുരേഷ് ഗോപി കാണിച്ച ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ എച്ച് മുസ്ലിമും ഈ ശശി കലയൊന്നും എടുത്തിട്ട് കൊള്ളിച്ചില്ല? എൻ്റെ യുക്തിവാദിയല്ലായിരുന്നു എച്ച് മുസ്ലിം ആരിഫെ? നിനക്കെന്താ അന്നും തോന്നിയില്ലേ? അന്ന് നിനക്കിതുപോലെ ഉസ്താദ് ശ്വാസം വിടുമ്പം ആമയും പറയണമെന്നും അല്ലെങ്കിൽ പള്ളിക്കൽ വന്നിട്ട് മറ്റേ കഞ്ഞി കുടിക്കുമ്പം വറ്റി കുടിക്കണം, നക്കി കുടിക്കണം എന്ന് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ നക്കി കുടിച്ചത് എന്നുള്ള വേർഡ്സിനാണ് നിനക്ക് തോന്നിയില്ല അല്ലേ? അതാണ് നമ്മൾ എച്ച് മുസ്ലിം എപ്പോഴും സംഖ്യ എന്നുള്ളത് പറയപ്പെടാൻ കാരണം. യുക്തിവാദികളല്ല, എച്ച് മുസ്ലിങ്ങൾ എപ്പോഴും സംഖ്യകളാണ്. സംഖ്യത്തെ ആശയവും സംഖ്യകളുടെ ആസനം താങ്ങി ഫണ്ടും താങ്ങി നക്കി ജീവിക്കുന്നവന്മാരാണ് ഈ എച്ച് മുസ്ലിം. അതുകൊണ്ടാണ് അന്നൊന്നും തോന്നാത്തത് ഇന്ന് ഇതുപോലെ വന്ന് കൊണയ്ക്കാൻ ആരിഫെ നിനക്ക് തോന്നിയത്. അപ്പോൾ ഫസലെ, നീ ഇതൊക്കെ ഒന്ന് കാണണം, നീ ഇതൊക്കെ കണ്ടിട്ട് വേണം സംസാരിക്കാൻ. വെറുതെ വന്ന് വളവള അടിച്ചിട്ട് നീ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരും എന്ത് പൊട്ടത്തരും വിളിച്ച് പറയാം എന്നുള്ളതൊക്കെ മാറ്റി നിർത്ത്. കുറച്ചൊക്കെ ബോധം വെക്ക്. ഇങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല, കുറച്ച് ബോധം വരട്ടെ അല്ലേ? അതെ, ബോധം വരാനല്ല ഈ പാട്ടൊക്കെ നിരക്ക് കേൾക്കണം. നക്കേട്ട് വെക്കുക. ഏതായാലും ലിങ്ക് എൻ്റെ എന്താ പറയുക വീഡിയോയിൽ ഇട്ടോ, ഇടയ്ക്കൊന്ന് കേട്ട് ബോധെങ്കിലും വരട്ടെ. അപ്പോൾ വരട്ടെ മോനെ മുസ്സംഗി, ക്രിസംഗി, സംഗി, എച്ച് മുസ്ലിമുകളെ. ബൈ.